വീടിന്റെ സിറ്റൗട്ടിൽ കളിച്ചുകൊണ്ടിരുന്ന 4 വയസ്സുകാരന് തെരുവുനായയുടെ ആക്രമണം. മുഖത്തടക്കം പരിക്കേറ്റ കുട്ടിയെ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാലക്കാട് കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് ചേലേങ്കര നെടുങ്കോട്ടിൽ സുധീഷിന്റെ മകൻ ധ്യാനിനാണ് പരിക്കേറ്റത്. ഉച്ചയ്ക്ക് ശേഷം 3:30 സംഭവം. മണി സമയം അപ്പോൾ ഞാൻ കുട്ടീനെ അവിടെ സിറ്റൗട്ടിൽ നിർത്തി ഞാൻ കൊണ്ട് ഓട്ടം പോയിട്ടുള്ള വീട്ടിൽ നിന്ന് അപ്പോഴേക്ക് ഞാൻ ടൗണിലേക്ക് എത്തിയപ്പോഴാണ് അച്ഛൻ വിളിക്കുന്നതാണ്. ആ കുട്ടിക്ക് ഇതേമാതിരി നായ കടിച്ചു പറഞ്ഞിട്ട് വിളിക്കുകയാണ്. ടൗണിൽ നിന്ന് വേഗം വരികയും ചെയ്തു. സിറ്റൗട്ട് കയറി കടിച്ചാണ്. അപ്പോൾ അങ്ങനെ റോഡിലേക്ക് ഇറങ്ങില്ല. റോഡ് മുഴുവൻ നായക്കളാണ്. അപ്പോൾ എപ്പോഴും പറയും ഞങ്ങൾ പോയി കഴിഞ്ഞാൽ വേഗം ഉള്ളിലേക്ക് കയറുന്നത്. ആ ഉള്ളിലേക്ക് കയറുക എന്ന് പറഞ്ഞ ഗ്യാപ്പിൽ നായ ഉള്ളിലേക്ക് കയറിയിട്ട് ഇവനെ കടിച്ചു. ഞാൻ പോവുകയും ചെയ്തു. അതേ ഉണ്ടായത്. അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, തെരുവുനായയുടെ ആക്രമണം കൊണ്ട് പാലക്കാട് ജില്ലയിൽ സ്വൈര ജീവിതം തന്നെ വളരെ പ്രയാസമായിരിക്കുന്നു. നേരത്തെ പ്രഭാത സവാരിക്ക് ഇറങ്ങിയ ഒരാളെ തെരുവുനായ വളരെ ക്രൂരമായ നിലയിൽ ദേഹമാസകലം കടിച്ചു പറിക്കുന്ന സാഹചര്യം അത് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തു. അപ്പോഴാണ് വീടിൻ്റെ സിറ്റൗട്ടിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു കുഞ്ഞിനെ തെരുവുനായ ആക്രമിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ അരുൺ ആലത്തൂർ. തീർച്ചയായിട്ടും വിനോദ്, ഇന്ന് രാവിലെയാണ് ഒറ്റപ്പാലത്ത് പ്രഭാത സവാരിക്ക് ഇറങ്ങിയ 6ഓളം ആളുകളെ തെരുവുനായ ആക്രമിച്ച വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ ഉച്ചതിരിഞ്ഞ് 3:30 ഇപ്പോൾ മണ്ണാർക്കാടും തെരുവുനായയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. വീടിന്റെ സിറ്റൗട്ടിൽ കളിച്ചുകൊണ്ടിരുന്ന 4 വയസ്സുകാരനാണ് തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. മുഖത്തും പുറത്തും പരിക്കേറ്റ കുട്ടിയെ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് ചേലേങ്കര നെടുങ്കോട്ടിൽ സുധീഷിന്റെ മകൻ ധ്യാനിനാണ് പരിക്കേറ്റത്. ഉച്ചയ്ക്ക് 3:30 ഈ കുട്ടി സിറ്റൗട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് തെരുവുനായ എത്തി ആക്രമിക്കുകയുണ്ടായത്. കുട്ടിയെ കരച്ചിൽ കേട്ട് വീട്ടിലുള്ളവർ ഓടിയെത്തിയ സമയത്ത് ഈ തെരുവുനായ കുട്ടിയെ ആക്രമിക്കുകയായിരുന്നു. പിന്നെ ഇവർ നായയെ ഓടിച്ചു വിടുകയും തുടർന്ന് കുട്ടിയെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയുമായിരുന്നു എന്നുള്ളതാണ്. ഈ പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണ് എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. മണ്ണാർക്കാട് മേഖലയിൽ മാത്രമല്ല ഒറ്റപ്പാലത്തും അതുപോലെ തന്നെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ തെരുവുനായ ആക്രമണങ്ങൾ തുടർക്കഥയായി മാറുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇതേപോലെ മറ്റൊരു കുട്ടിയെയും തെരുവുനായ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ 3 ദിവസത്തിനിടെ 4ഓളം സംഭവങ്ങളായി ഇത്തരത്തിൽ തെരുവുനായ ആക്രമണം ആളുകൾക്ക് നേരെ ഉണ്ടാകുന്നത്. അരുൺ, അതേപോലെ ഈ ജില്ലയിൽ വർദ്ധിച്ചു വരുന്ന തെരുവുനായ ആക്രമണത്തെ ചെറുക്കാൻ ജില്ലാ ഭരണകൂടം എന്തെങ്കിലും നടപടി സ്വീകരിക്കുന്നുണ്ടോ? എന്താണ് അവരുടെ ഇക്കാര്യത്തിലുള്ള മറുപടി? അരുൺ, ഇതുവരെയും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് മറ്റു നടപടികൾ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ തെരുവുനായ ആക്രമിച്ചതിന് പിന്നാലെ ജില്ലാ ഭരണകൂടത്തിന്റെ അധികാരികൾ എത്തി നായയെ പിടികൂടുന്നതിനും മറ്റും വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടത് എന്നുള്ളത് ഒഴിച്ചാൽ മറ്റിടങ്ങളിൽ ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ട ശാശ്വതമായ ഒരു പരിഹാരം ഇതുവരെയും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നാട്ടുകാരും അത് തന്നെയാണ് പ്രധാന പരാതിയായിട്ട് ഉന്നയിക്കുന്നത്.